ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജീരകം കൊണ്ടൊരു മരുന്നാണ് ഉണ്ടാക്കുന്നത്. ഈ ജീരകം നമ്മൾ 1/2 കിലോ ജീരകമാണ്. ഇത് ഞാൻ ഓരോ ദിവസവും 3 ഗ്ലാസ് പാലിൽ വേവിച്ചതാണ്. അങ്ങനെ 3 ദിവസം നമ്മൾ വേവിക്കണം. 9 ഗ്ലാസ് പാല്, 1/2 കിലോ ജീരകം. ഇത് എന്തിനാണെന്ന് വെച്ചിരുന്നാൽ പ്രസവിച്ച അമ്മമാർക്ക് പാലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇത് മരുന്നായിട്ട് നമ്മൾ കൊടുക്കണം. മരുന്നെന്ന് വെച്ചാൽ പൊടിച്ച് നമ്മൾ പൂരപ്പൊടി കഴിക്കുന്നത് പോലെ, അവലൂസ് പൊടി, പൂരപ്പൊടി എന്നൊക്കെ പറയും, അതുപോലെ പൊടിയാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതാ 3 ദിവസം ഉണക്കി നല്ല ഇങ്ങനെ പൊടിച്ചാലത് പൊടിയുന്ന രീതിയിൽ ഉണക്കും. ഓരോ ദിവസം പാലിൽ 3 ഗ്ലാസ് പാലിൽ വേവിച്ച് അത് ഉണക്കും. പിറ്റേ ദിവസം അതേപോലെ 3 ഗ്ലാസ് പാലിൽ വേവിക്കുക, ഉണക്കുക. അങ്ങനെ 3 ദിവസം വേവിച്ച് ഉണക്കിയതിന് ശേഷം നമ്മളിതാ ഇവിടെ വറുക്കാൻ പോവുകയാണ്. ഉരുളിയിലിട്ട് ഇത് വറുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് ഓവർ നമ്മൾ വറുത്ത് കരിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ അത് നല്ല മുരിഞ്ഞതുപോലെ ആവും. എന്നിട്ട് നമ്മൾ ഇത് പൊടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കൽക്കണ്ടം കൂടി ചേർത്ത് പൊടിക്കണം. അപ്പോൾ ആ പൊടിയാണ് നമ്മളിവിടെ പ്രസവിച്ച അമ്മമാർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അത് കിടക്കുന്ന സമയത്ത് അവർക്ക് വിശക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കോരി തിന്നാൽ മാത്രം മതി. നല്ലൊരു മരുന്നാണ് കേട്ടോ. ജീരകം തണുപ്പാണ്, അപ്പോൾ ശരീരത്തിൻ്റെ ചൂടിനെ മാറ്റും, പാലുൽപാദനം കൂടും. ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.